എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് മഴക്കാലത്ത് AC ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. മഴക്കാലത്ത് നമ്മൾ AC ഉപയോഗിക്കുമ്പോൾ ചില ആളുകൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ അത് ACയുടെ ഔട്ട്ഡോർ യൂണിറ്റിനെ കേടുവരുത്താൻ തന്നെ കാരണമാവാറുണ്ട്. അപ്പോൾ അത്തരം എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല, എങ്ങനെയൊക്കെയാണ് നമ്മൾ AC ഉപയോഗിക്കേണ്ടത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വിശദമായിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. മഴക്കാലത്ത് AC ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആദ്യം അത് പറയാം. ഒന്നാമതായിട്ട് ചില ആളുകൾ, എല്ലാവരുമല്ല, ചില ആളുകൾ ചെയ്യുന്ന ഒരു വലിയ മണ്ടത്തരമുണ്ട്. അതായത് നമ്മുടെ ഔട്ട്ഡോർ യൂണിറ്റ് നമുക്കറിയാം അത് വീടിൻ്റെ പുറത്താണ് വയ്ക്കുക. അപ്പോൾ ഔട്ട്ഡോർ യൂണിറ്റ് മഴ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ മഴക്കാലത്ത് AC ഒന്നും ഉപയോഗിക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ ഔട്ട്ഡോർ യൂണിറ്റ് നമ്മൾ മൊത്തമായിട്ട് വല്ല പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ടോ കവർ കൊണ്ടോ ഒക്കെ കവർ ചെയ്ത് വെക്കും. അങ്ങനെ നമ്മുടെ ഔട്ട്ഡോർ യൂണിറ്റ് നമ്മളൊരു ഷീറ്റ് കൊണ്ടൊക്കെ മൊത്തമായിട്ട് കവർ ചെയ്ത് വെച്ച് കഴിഞ്ഞാലും വല്ലപ്പോഴും നമ്മൾ AC ഓൺ ആക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? നമുക്കറിയാം നമ്മുടെ റൂമിലുള്ള ചൂടുള്ള വായുവിനെ ഈ AC പുറത്തേക്ക് വലിച്ചെടുക്കുകയാണ് ചെയ്യുക, അല്ലേ? അപ്പോൾ ഈ പുറത്തേക്ക് വരുന്ന ഭാഗത്താണ് നമ്മുടെ ഔട്ട്ഡോർ യൂണിറ്റ് ഉള്ളത്. അപ്പോൾ അവിടെയുള്ള ആ ഫാന് എന്താവും, അവിടെ ഓവർ ഹീറ്റ് ആവും. അങ്ങനെ ഫാനിൻ്റെ മോട്ടോറും അതേപോലെ തന്നെ അതിനുള്ളിലുള്ള PCB ഒക്കെ കംപ്ലൈൻറ്റ് വരാനുള്ള എല്ലാ സാഹചര്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു കാരണവശാലും ഈ ഫാന് കവർ ചെയ്തുകൊണ്ട് ഷീറ്റ് കൊണ്ട് മൊത്തം നമ്മൾ ക്ലോസ് ചെയ്തുകൊണ്ട് നമ്മുടെ AC പ്രവർത്തിപ്പിക്കരുത്. അങ്ങനെ നമ്മൾ കവർ ചെയ്ത് വെച്ചതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അങ്ങനെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ AC ഓൺ ചെയ്യുന്നതിന് മുന്നേ ആ കവർ നിർബന്ധമായിട്ടും നീക്കം ചെയ്യണം. ഈ ഔട്ട്ഡോർ യൂണിറ്റ് ജസ്റ്റ് മഴ കൊണ്ടാലും കേടുവരില്ല. അതിനനുയോജ്യമായിട്ടുള്ള ഒരു പെയിൻറ്റിൻ്റെ കോട്ടിങ്ങും മെറ്റീരിയൽസൊക്കെയാണ് അവിടെ ഉപയോഗിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ കവർ ചെയ്ത് വെക്കണമെന്നൊന്നുമില്ല. അതിൻ്റെ മുകളിലൊരു ഷീറ്റൊക്കെ ഉണ്ടെങ്കിൽ മുകളിൽ വെള്ളം നേരിട്ട് വിടാതിരിക്കാൻ വേണ്ടി ഷീറ്റൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അതേസമയം നമ്മൾ മൊത്തമായിട്ട് എന്ത് ചെയ്യരുത്, അത് പൊതിഞ്ഞ് വെക്കരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതേപോലെ തന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ AC മഴക്കാലത്ത് കൂടുതലായിട്ടും ഉപയോഗിക്കാറില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ആ ACയുടെ പിന്നുണ്ടാവും. ആ പിന്ന് നമ്മൾ നമ്മുടെ പ്ലഗ് പോയിന്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, അത് നീക്കം ചെയ്യുക, അത് ഊരിയിട്ട് വയ്ക്കുക. ആവശ്യമുള്ളപ്പോൾ മാത്രം അതിലെന്ത് ചെയ്യുക, അത് കുത്തിവെക്കുക. അങ്ങനെ വരുമ്പോൾ ഒരു ഗുണം എന്ന് പറഞ്ഞാലും നമുക്കറിയാം മഴക്കാലത്ത് പല രീതിയിലുള്ള വൈദ്യുതിയിലെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ ഇലക്ട്രിക് ലൈനിലേക്ക് വല്ല മരം വീഴി അങ്ങനെ എന്താവും ഹൈ കറണ്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യാം, കറണ്ട് പോയി വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇടിമിന്നൽ ഉണ്ടാവാറുണ്ട്. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഓവർ വോൾട്ടേജ് വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ AC ഉപയോഗിക്കുന്നില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതെന്ത് ചെയ്യുക, നമ്മുടെ ആ പ്ലഗിൽ നിന്ന് അത് ഊരി വെക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. നമ്മളത് ഊരി വെക്കാതിരുന്നാൽ ഏതെങ്കിലും രീതിയിൽ ഓവർ വോൾട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ PCB, അതായത് നമുക്കറിയാം ഇപ്പോൾ കൂടുതലായിട്ടും നമ്മൾ ഇൻവെർട്ടർ ടൈപ്പ് AC ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഇൻവെർട്ടർ ടൈപ്പ് ACയിലുള്ള സർക്യൂട്ട് ബോർഡിന് അത് കംപ്ലൈൻറ്റ് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. നമുക്കറിയാം അത് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് നേരെയാക്കണമെങ്കിൽ നല്ലൊരു എക്സ്പെൻസ് വരും. ഏകദേശം ഒരു 7000 രൂപയോളൊക്കെ ചിലവ് വരുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, AC ഉപയോഗിക്കാത്തപ്പോൾ നമ്മളത് പ്ലഗ് എന്ന് അതിൻ്റെ പിന്ന് ഊരിയിടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഔട്ട്ഡോർ യൂണിറ്റിലേക്ക് നമ്മൾ സപ്ലൈ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ സപ്ലൈ കൊടുക്കുന്ന വയറുകളിൽ എവിടെയെങ്കിലും അതിൻ്റെ മുകളിലുള്ള ഇൻസുലേഷൻ കട്ടായിട്ടുണ്ടോ, ഇൻസുലേഷൻ പോയിട്ടുണ്ടോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ പോയതായിട്ട് കാണുകയാണെങ്കിൽ ഏറ്റവും നല്ലത് എന്ത് ചെയ്യുക, ആ വയറ് മാറ്റിയിട്ട് പുതിയ വയറ് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ പലപ്പോഴും കണ്ടുവരാറുള്ള ഒരു കാര്യമാണ് ഔട്ട്ഡോർ യൂണിറ്റിൻ്റെ ഒക്കെ ആ ഫാനിൻ്റെ അവിടെയൊക്കെ ആയിട്ട് ഈ വേട്ടാളിൻ്റെ പോലെയുള്ള ജീവികളൊക്കെ കൂട് കൂട്ടുക, മണ്ണൊക്കെ കൊണ്ടുപോയി വെച്ചിട്ട് കൂട് കൂട്ടുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ എന്താവും, നമ്മുടെ ഫാന് സ്മൂത്തായിട്ട് കറങ്ങില്ല. അങ്ങനത്തെ പ്രശ്നമൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് വന്നത് ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഔട്ട്ഡോർ യൂണിറ്റ് വെച്ചിരിക്കുന്ന സ്റ്റാൻഡ് നമ്മൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യണം. കാരണം നമ്മുടെ ഔട്ട്ഡോർ യൂണിറ്റ് നന്നായിട്ട് കോട്ട് ചെയ്തിട്ടുണ്ടാകും, അതിൻ്റെ മുകളിൽ തുരുമ്പ് പിടിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല. പക്ഷേ അതിൻ്റെ താഴെയുള്ള സ്റ്റാൻഡ്, ആ സ്റ്റാൻഡ് നമുക്കറിയാം ഏകദേശം ഒരു 750 അല്ലെങ്കിൽ 1000 രൂപയുടെ വില വരുന്ന ഒരു സ്റ്റാൻഡാണ്. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള കോട്ടിങ് ചിലപ്പോൾ പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം. കാരണം അങ്ങനെ അതിനെന്തെങ്കിലും കേട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ യൂണിറ്റ് മൊത്തം താഴേക്ക് വിടാനുള്ള സാഹചര്യം ഉണ്ടാകും.
അതിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഔട്ട്ഡോർ യൂണിറ്റിൻ്റെ മിക്കവാറും എ സിയുടെയൊക്കെ വലത് ഭാഗത്തായിട്ടാണ് നമ്മുടെ കംപ്രസർ വരിക. അപ്പോൾ ആ ഭാഗത്തുള്ള ആ സ്റ്റാൻഡിൻ്റെ ആ ഒരു ഭാഗം നമ്മൾ കൃത്യമായിട്ട് നോക്കുക. കാരണം അവിടെ കുറച്ച് വെയിറ്റ് കൂടുതലാവും. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കുക, അവിടെ പെട്ടെന്ന് കേട് വന്നു കഴിഞ്ഞാൽ, തുരുമ്പിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റാൻഡ് ഒടിയാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഒടിയുമ്പോൾ എന്ത് ചെയ്യും, ഈ യൂണിറ്റ് ചെരിഞ്ഞുകൊണ്ട് താഴേക്ക് വിടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് എന്ത് ചെയ്യും, നമ്മുടെ സ്റ്റാൻഡ് ഒന്ന് ചെക്ക് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അതിൻ്റെ മുകളിൽ പെയിൻറ്റ് പോവുകയോ അല്ലെങ്കിൽ തുരുമ്പ് പിടിക്കാൻ തുടങ്ങുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നല്ലൊരു പെയിൻറ്റ് വാങ്ങിയിട്ടൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക. അതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമ്മൾ എങ്ങനെയാണ് എ സി ഉപയോഗിക്കേണ്ടത്? ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്, മഴക്കാലത്ത് നമ്മൾ എ സി ഉപയോഗിക്കാതിരിക്കരുത്. കാരണം 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ എ സി എന്തായാലും പ്രവർത്തിപ്പിക്കണം. അങ്ങനെ പ്രവർത്തിപ്പിക്കുന്നത് എ സിക്ക് വളരെ നല്ലതാണ്. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഔട്ട്ഡോർ യൂണിറ്റിൻ്റെ ഫാനിൻ്റെ അവിടെയൊക്കെ ചില ജീവികളൊക്കെ കൂട് കൂട്ടാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഇടയ്ക്ക് നമ്മളൊന്ന് പ്രവർത്തിപ്പിച്ചു കഴിഞ്ഞാലും. അപ്പോൾ 2 ആഴ്ച കൂടുമ്പോൾ ഒരു മണിക്കൂറോ അല്ലെങ്കിൽ ആഴ്ചയിൽ അരമണിക്കൂറെങ്കിലും എ സി നമ്മൾ മഴക്കാലത്ത് എന്തായാലും പ്രവർത്തിപ്പിക്കണം. അങ്ങനെ പ്രവർത്തിപ്പിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ അത് നമ്മുടെ എ സിനെ ചിലപ്പോൾ അത് ബാധിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ട്. അപ്പോൾ അത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമ്മൾ മഴക്കാലത്തൊക്കെ എ സി ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കറിയാം, അതിൽ കുറേ മോഡുകൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ കൂൾ മോഡ്, ഡ്രൈ മോഡ്, ഓട്ടോ മോഡ്, ഫാൻ മോഡ്, പിന്നെ ഒരു ഹീറ്റ് മോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡ് ചില എ സിയിലൊക്കെ വരുന്നുണ്ട്. അത് നമ്മുടെ ഇവിടെ സാധാരണയായിട്ട് തന്നെ കണ്ടുവരാറില്ല. എന്നാൽ ഇപ്പോൾ ഇറങ്ങുന്ന ചില എ സികളിലൊക്കെ ഈ 5ാമത്തെ ഹീറ്റ് മോഡ് എന്ന് പറഞ്ഞിട്ടൊരു മോഡുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ സാധാരണ എപ്പോഴും എ സി വയ്ക്കുക കൂൾ മോഡിലാണ്. അപ്പോൾ മഴക്കാലത്ത് നമ്മളങ്ങനെ കൂൾ മോഡിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ഈ ഇൻഡോർ യൂണിറ്റിൻ്റെയൊക്കെ ഉൾഭാഗത്തുനിന്ന് ചില വെള്ളം ഇങ്ങനെ ഇറ്റിറ്റ് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അതിന് കാരണം ഈ ഹ്യൂമിഡിറ്റിയിൽ വരുന്ന അല്ലെങ്കിൽ ഈർപ്പത്തിൽ വരുന്ന മാറ്റങ്ങളാണ്. ഇപ്പം നമുക്കറിയാം, മഴക്കാലമൊക്കെ ആവുന്ന സമയത്ത് നമ്മുടെ റൂമിൽ പൊതുവേ ഒരു ഈർപ്പുണ്ടായിരിക്കും. അല്ലെങ്കിൽ പുറത്ത് നല്ല മഴ പെയ്യൊക്കെ ചെയ്യുമ്പോൾ ഉള്ളിലേക്കും അതിൻ്റെ ഈർപ്പം വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ മഴക്കാലത്ത് എ സി ഉപയോഗിക്കുമ്പോൾ നമ്മൾ കൂൾ മോഡ് ഉപയോഗിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. അതിന് പകരം എന്ത് ചെയ്യുക, ഡ്രൈ മോഡ് എന്ന് പറയുന്ന ഒരു മോഡുണ്ട്. അപ്പോൾ ആ ഡ്രൈ മോഡ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഉള്ളിൽ കൂടെ ഈ വെള്ളം കിനിഞ്ഞ് വരിക അല്ലെങ്കിൽ വെള്ളം ഇങ്ങനെ ഇറ്റിറ്റായി വീഴുന്ന ആ പ്രശ്നമൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് മഴക്കാലത്ത് എന്ത് ചെയ്യുക, പരമാവധി നമ്മൾ ഡ്രൈ മോഡ് എന്ന് പറയുന്ന ആ ഒരു മോഡ് നമ്മൾ സെലക്ട് ചെയ്ത് വെക്കുക. അതേമാതിരി തന്നെ പിന്നെ ഫാൻ മോഡ് ഉണ്ട്. ഫാൻ മോഡിൽ ഇട്ട് വെച്ചുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ആ ഫാൻ ഇൻഡോർ യൂണിറ്റിൽ ആ ഫാൻ വർക്ക് ചെയ്യുന്നുള്ളതാണ്. കംപ്രസറൊന്നും വർക്ക് ചെയ്യില്ല, ഫാൻ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മളൊരു സാധാരണ ഫാൻ ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ് ഉണ്ടാവുക. അപ്പം അങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ ഒരു മോഡ് എന്ന് പറയുന്നത് ഓട്ടോ മോഡാണ്. ഓട്ടോ മോഡ് എന്ന് പറഞ്ഞാൽ അത് പല എ സികളിലും പല രീതിയിലാവും സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ചില എ സികൾ 24 ഡിഗ്രി ആയിരിക്കും സെറ്റ് ചെയ്തിട്ടുണ്ടാവുക, ചിലതിൽ വേറെ, അങ്ങനെ പലതിലും പല മാറ്റം വരാറുണ്ട്. അപ്പോൾ നമ്മൾ ഓട്ടോ ഇട്ട് കഴിഞ്ഞാൽ അത് 24ലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ആവുന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏറ്റവും നല്ലത് മഴക്കാലത്ത് എന്താണ്, അത് ഡ്രൈ മോഡ് ഇട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഞാൻ പറഞ്ഞു 5ാമത്തെ ഒരു മോഡിനെ കുറിച്ച് പറഞ്ഞു. അത് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ നാട്ടിൽ അത്ര ആയിട്ടില്ല. കാരണം ഹീറ്റ് മോഡ് എന്ന് പറയും. ഹീറ്റ് മോഡ് എന്ന് പറഞ്ഞത് ഹീറ്ററായിട്ട് വർക്ക് ചെയ്യും എന്നുള്ളതൊന്നല്ല. അത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ റൂമിലെ തണുപ്പിന് പകരം കുറച്ച് എന്ത് ചെയ്യുക, ഹീറ്റ് പുറമേ നിന്ന് വലിച്ചെടുക്കുക എന്നുള്ളത്. നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്നതാണ് നമ്മുടെ റൂമിലുള്ള ചൂടിനെ മുഴുവൻ പുറന്തള്ളിയിട്ട് തണുത്ത വായു ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. അതിൻ്റെ ഒരു റിവേഴ്സ് പ്രോസസ്സാണ് ഏകദേശം എന്ത് ചെയ്യുക, ഈ ഹീറ്റ് മോഡിൽ നടക്കുക. മുഴുവൻ അങ്ങനെയല്ല, ഏകദേശം അതേപോലെ തന്നെ അതിൻ്റെ റിവേഴ്സ് ആയിട്ടുള്ളൊരു പ്രോസസ്സ് നടക്കുക. അപ്പോൾ നമുക്ക് റൂം കുറച്ച് ഹോട്ടാക്കി നിർത്താൻ പറ്റും എന്നുള്ളതാണ്. അല്ലാതെ അതിൻ്റെ ഉള്ളിൽ ഹീറ്ററായിട്ട് വർക്ക് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല അവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എ സി ഉപയോഗിക്കുമ്പോൾ, പ്രത്യേകിച്ച് മഴക്കാലത്ത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി എ സി നമ്മൾ സാധാരണ ദിവസങ്ങളിൽ എങ്ങനെ ഉപയോഗിക്കേണ്ടത്, എ സി വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ചിട്ടൊക്കെയുള്ള വിശദമായിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ അതൊന്നും കാണാത്തവരുണ്ടെങ്കിൽ, അതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ അതൊക്കെ കാണാവുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ, നിങ്ങൾക്കത് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. നല്ല ഒരു വീഡിയോ ആണ്, ഇത് യൂസ്ഫുൾ ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ അത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളെപ്പോഴും നമുക്കറിയാം, നമ്മുടെ വീട്ടിലെ എ സി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 30,000 മുതൽ 50,000 രൂപയൊക്കെ വിലയുള്ള ഒരു എക്യുപ്മെൻ്റ് ആണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ വേനൽക്കാലത്ത് എ സി മിക്കവാറും ഭൂരിഭാഗം ആളുകൾ എ സി വാങ്ങിയ ആളുകളാണ്. അതെങ്ങനെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം മഴക്കാലത്ത് എന്നുകൂടി നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.